പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ പ്രിയരെ, പരിശുദ്ധവും രക്ഷാകരവുമായ വലിയ നോമ്പിൻ്റെ 3-ാം ഞായറാഴ്ച യേശുതമ്പുരാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ പക്ഷവാതക്കാരനായ മനുഷ്യന് സൗഖ്യം നൽകിയതിനെ നാം അനുസ്മരിക്കുന്നു. അന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധനായ മർക്കോസ് എവൻഗേലിസ്തൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. Gospel written by Saint Mark chapter 2 verses 1 through 12. ഈ വേദഭാഗത്തിൽ നാം വായിക്കുന്നുണ്ട്, പക്ഷവാതക്കാരനായ മനുഷ്യനെ 4 പേര് ചുമന്നുകൊണ്ട് അവൻ്റെ കിടക്കയോടെ അവനെ എടുത്തുകൊണ്ട് യേശുതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഇറക്കുന്നു. അവരുടെ വിശ്വാസം മൂലം യേശുതമ്പുരാൻ ആ പക്ഷവാതക്കാരന് സൗഖ്യം നൽകുന്നു. യേശുതമ്പുരാൻ അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഈ പക്ഷവാതക്കാരൻ മനുഷ്യൻ സ്വയമായിട്ട് യേശുതമ്പുരാൻ്റെ സന്നിധിയിൽ ചെന്ന് യാചിക്കുകയോ സൗഖ്യം ലഭിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അവൻ്റെ സമൂഹത്തിൽ നിന്നും 4 പേര് ആ വ്യക്തിയുടെ കുറവിനെ, അവൻ്റെ ദുർബലമായ സാഹചര്യത്തെ ചുമന്നുകൊണ്ട് യേശുതമ്പുരാൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി അവനെ എത്തിക്കുന്നു, അവനെ സമർപ്പിക്കുന്നു. അതിലൂടെ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുന്നു. ഈ ഒരു വേദഭാഗത്തിൽ പരിശുദ്ധ സഭയുടെ ഡൈനമിക്സ് എന്താണെന്ന് നമുക്ക് സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ സഭയുടെ ഒരു പ്രതിരൂപം നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാറയുടെ സാദൃശ്യത്തിലുള്ള വിശ്വാസം, ഒരു പ്രഖ്യാപനം ശീമോൻ പത്രോസ് യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന മശിഹായാകുന്നു. ആ പാറയുടെ സാദൃശ്യത്തിലുള്ള വിശ്വാസത്തിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ 4 പേര് ഇവിടെ കാഴ്ച സമർപ്പിക്കുന്നത്. പക്ഷവാതക്കാരനായ മനുഷ്യനെ വഹിച്ചുകൊണ്ട് യേശു ഇരുന്ന ആ ഭവനത്തിൻ്റെ മേൽപ്പൂര പൊളിച്ച് ആ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 5-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ ഊന്നി പറയുന്നത്, നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. നാം കൂടി വരുന്നതായ സഭയുടെ ലക്ഷണം അല്ലെങ്കിൽ സഭയുടെ ഒരു മഹത്വം അതുതന്നെ ആയിരിക്കണം. അന്യോന്യം കുറവുകളെ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവിടെ ഒരു സൗഖ്യദാനം പ്രബലമാവുകയാണ് ചെയ്യേണ്ടത്. കാലികമായി നാം നോക്കുമ്പോൾ ഇന്ന് പല സഭക്കാരും അല്ലെങ്കിൽ നാം കൂടി വരുന്നതായ സഭയിൽ അന്യോന്യം പലരെയും കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മെ എത്ര പേര് താങ്ങി നിർത്തിക്കൊണ്ട്, നമ്മെ എത്ര പേര് ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടി സമർപ്പിക്കുന്നു. രണ്ടാമതായി, നാം എത്ര പേര് അവരുടെ ബലഹീനതകളിൽ അവരെ വഹിച്ചുകൊണ്ട്, അവരുടെ കുറവുകളെ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടി സമർപ്പിക്കുന്നു എന്നൊന്ന് ചിന്തിക്കണം.
അതാണ് പരിശുദ്ധ സഭ. ഒരു ശരീരമായി നാം ആരാധനയിൽ കൂടി വരുമ്പോൾ വിശ്വാസത്തോടുകൂടി പരസ്പരം നാം നമ്മെ തന്നെ വഹിക്കണം. നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ പാപങ്ങളെയും അന്യോന്യം വഹിക്കുന്നവരായി തീരണം. വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകും. അത് നിശ്ചയം തന്നെ. പരിശുദ്ധ സഭയുടെ ഒരു പ്രതിരൂപം ആത്യന്തികമായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം ശീവാ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, പാണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ ധന്യൻ, ആധാരത്തിനു നിബിശ്ലീഹന്മാർ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തൊരു മർത്തികുലം രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടും. പാണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ ധന്യൻ. തൻ്റെ കരങ്ങളിൽ ഈ സഭയെ സ്ഥാപിച്ചവൻ ധന്യനാകുന്നു. എന്നാൽ അതിന് ആധാരമായിട്ട് നിബിയന്മാർ, ശ്ലീഹന്മാർ, സഹദേന്മാർ എന്നിവരെ അവൻ ഏർപ്പെടുത്തി. ആ ആധാരമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള സ്നേഹം. അതാണ് പരിശുദ്ധ സഭയുടെ ആധാരം. അതുതന്നെയാണ് നമുക്കിവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പക്ഷപാതക്കാരൻ മനുഷ്യന് സൗഖ്യം നൽകുവാൻ ആധാരമായത്, ലഭിക്കുവാൻ ആധാരമായത് ആ 4 പേരുടെ വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാം കൂടി വരുന്നതായ പരിശുദ്ധ സഭയിൽ എത്രമാത്രം വിശ്വാസത്തോടും എത്രമാത്രം സ്നേഹത്തിൽ പരസ്പരം നാം നമ്മുടെ സമൂഹത്തിലുള്ളവരെ കരുതേണ്ടതാണ്. ആ ഒരു ശ്രേഷ്ഠ ചിന്ത പരിശുദ്ധ സഭയുടെ ഒരു പ്രതിരൂപമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്നാളും നാം സാക്ഷ്യപ്പെടുത്തണം. രണ്ടാമതായി ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യേശു തമ്പുരാൻ ആ പക്ഷപാതക്കാരനായ മനുഷ്യന് ആദ്യം പറയുന്നതായ വാചകം ശ്രദ്ധേയമാണ്. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. അപ്പോഴാണ് ചില പരീശന്മാരവിടെ, ശാസ്ത്രിമാരവിടെ ഉണ്ടായിരുന്നു. അവര് അതിനെ ദൈവദൂഷണമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ യേശു തമ്പുരാൻ അതിന് പര്യായമായിട്ട് പറയുന്നു, നീ നിന്റെ കിടക്ക എടുത്ത് ഭവനത്തിലേക്ക് പോവുക. ആ കിടക്ക എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഒരു പ്രതീകമാണ്. ആ നിമിഷം വരെ പാപം അവനെ പിടികൂടിയിരുന്നു. യേശു തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് പരിപൂർണമായ മോചനം, പാപമോചനം ലഭിച്ചതോടുകൂടി യേശു തമ്പുരാൻ അവനോട് പറയുന്നത്, നീ നിന്റെ കിടക്ക എടുത്ത് ഭവനത്തിലേക്ക് പോവുക. Till that moment he was contained by sin. He was controlled by sin. But the moment Jesus healed him, he controlled his sin. He carried his sin. Till that moment, it was sin that carried the man. And Jesus is just turning the order. Now he is commanding, take your mat, carry your mat and go home. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ പിടികൂടിയിരിക്കുന്നതായ, നമ്മെ പക്ഷപാതക്കാരായി മാറ്റുന്ന പാപങ്ങൾ എന്തെന്ന് നാം മനസ്സിലാക്കി അതിനെ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നാം ആ പാപത്തെ വഹിച്ചുകൊണ്ട് തിരികെ സ്വഭവനത്തിലേക്ക് നടക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പാപത്തെ നാം നിയന്ത്രിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. We should take, or we should carry, or we should control, we should have full control over our sins. അതാണ് നീ കിടക്കയെടുത്ത് ഭവനത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ഭാഗം അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഈ വേദഭാഗം അവസാനിക്കുന്നതും അതുതന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ആ മനുഷ്യൻ കിടക്കയെടുത്ത് അതുവരെ തന്നെ സ്വാധീനിച്ചിരുന്ന പാപത്തെ അവൻ വഹിച്ചുകൊണ്ട്
ഭവനത്തിലേക്ക് പോവുകയാണ്. പാപമോചനം ലഭിച്ചവനായി, അകൃത്യങ്ങൾ മോചിച്ചവനായി അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ അത് തീർന്നില്ല. ആ വേദഭാഗം അവസാനിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പരിശുദ്ധ സഭയുടെ ലക്ഷണം അതാണ്. അനുതപിക്കുന്ന, വിശ്വാസത്തോടുകൂടി അന്യോന്യം സമർപ്പിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സഭയായി രൂപാന്തരപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും ഒക്കെ മനസ്സിലാക്കി നാം അന്യോന്യം കുറവുകളെ ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി സമർപ്പിക്കുമ്പോൾ നമുക്ക് ആത്യന്തികമായി, കൗദാശികമായി വിശുദ്ധ ബലിയിലൂടെ ലഭിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സഭയായി നാം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ പ്രകാരം ശ്രീമാ നമസ്കാരത്തിലെ പാട്ട് ഓർമ്മിപ്പിച്ച പ്രകാരം, പാണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ ധന്യൻ, ആധാരത്തിനു നിബിശ്ലീഹന്മാർ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തൊരു മർത്യകുലം രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. മർത്യകുലം മുഴുവനും ആ വിശ്വാസം എന്ന ആധാരത്തിൽ, ആ സ്നേഹം എന്ന ആധാരത്തിൽ, സാക്ഷാൽ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ, സാക്ഷാൽ ബലിയെ സ്വീകരിക്കുന്നവൻ്റെ സന്നിധിയിൽ, സാക്ഷാൽ ബലിയായി തീർന്നവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ തിരുസഭയിൽ സ്തുതി പാടുന്ന സഭ മുഴുവനും, മർത്യകുലം മുഴുവനും ഒരു സഭയായി സ്തുതി പാടുന്ന ഒരു അനുഭവമാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.